ഇനി പശ്ചിമ ബംഗാളിലേക്കാണ്. ബി.ജെ.പിക്കെതിരെ വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു മമതാ ബാനർജി. ഇടതുപക്ഷത്തോടും വിദ്യാർത്ഥി സംഘടനകളോടും മമത പിന്തുണ തേടി. എന്നാൽ മമതാ ബാനർജിയോട് തൽക്കാലം സഖ്യം വേണ്ട എന്നാണ് CPIM നിലപാട്. അധികാരത്തിൽ തിരിച്ചുവരവ് നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഏതാണ്ട് അസാധ്യമായ മട്ടാണ്. ബി.ജെ.പിയിൽ ഏകീകരിച്ച ഭൂരിപക്ഷ വിഭാഗവും SIR വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും പാർട്ടിയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ബി.ജെ.പിക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത് പ്രായോഗികമല്ലെന്ന തിരിച്ചറിവ് മമതാ ബാനർജിക്കുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് വിശാല പ്രതിപക്ഷ സഖ്യത്തിനായി മമത നീക്കം നടത്തുന്നത്. കോൺഗ്രസിനെ സംസ്ഥാനത്ത് തളർത്തിയതും CPIM-നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയതും മമതാ ബാനർജിയുടെ തൃണമൂലാണ്. എന്നാൽ പൊതുശത്രുവായി ബി.ജെ.പിയെ കണ്ട് പഴയ പിണക്കങ്ങളെല്ലാം മാറ്റിവെക്കണമെന്നതാണ് മമതയുടെ ആവശ്യം. ഇടതുപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ബി.ജെ.പി എന്നൊരൊറ്റ ശത്രുവിന് നേരെ അണിനിരക്കണമെന്ന് മമത അഭ്യർത്ഥിച്ചു. സഹകരിക്കാൻ തയ്യാറുള്ളവർക്ക് തന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും മമത പറഞ്ഞു. എന്നാൽ മമതയോടുള്ള സമീപനത്തിൽ മാറ്റം വേണ്ടെന്നാണ് CPIM-ന്റെ നിലപാട്. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. ബി.ജെ.പിയെ സംസ്ഥാനത്ത് വളർത്തിയത് മമതയാണെന്ന വിമർശനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷം. ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമവും മമത ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. സഖ്യ നേതാക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അഖിലേഷ് യാദവ് കൊൽക്കത്തയിൽ നേരിട്ടെത്തി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ബംഗാളിൽ SIR നടപടികളുടെ നിരീക്ഷകനായിരുന്ന സുബ്രത ഗുപ്തയെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്റെ മുഖ്യ ഉപദേശകനായി നിയമിച്ചു. 24 കൊൽക്കത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.